ഹായ് ഗുഡ് മോർണിംഗ് ഡിയർ ഫ്രണ്ട്സ്. ഇന്ന് നമ്മൾ പുതിയൊരു വീഡിയോ ക്ലാസ്സിലൂടെ ഡിസ്കസ് ചെയ്യുന്നത് അപ്രോച്ചസ് റിലേറ്റഡ് വിത്ത് കൺസ്ട്രക്ഷൻ ഓഫ് സ്കെയിൽ, അതുപോലെ തന്നെ ഫ്രീക്വൻ്റ്ലി യൂസ്ഡ് സ്കെയിലിംഗ് ടെക്നിക്സ്, ഈ രണ്ട് കാര്യങ്ങളെക്കുറിച്ചാണ്. ഏതെല്ലാം രീതികളാണ് സ്കെയിലിംഗ് കൺസ്ട്രക്റ്റ് ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട് പറയുന്നത്, അതുപോലെ തന്നെ സാധാരണ ഫ്രീക്വൻ്റ് ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന സ്കെയിലിംഗ് ടെക്നിക്കുകൾ ഏതെല്ലാം എന്നുള്ളതാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. പ്രധാനമായിട്ടും 5 അപ്രോച്ചുകളാണ് സ്കെയിൽ കൺസ്ട്രക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് പറയുന്നത്. 5 മേജർ അപ്രോച്ചസ് റിലേറ്റഡ് വിത്ത് കൺസ്ട്രക്ഷൻ ഓഫ് എ സ്കെയിൽ. 5 എണ്ണമാണ് പറയുന്നത്. അതിലൊന്നാമത്തത് ആർബിട്രറി അപ്രോച്ച്. ഇൻ ദിസ് കേസ് ദ റിസർച്ചർ ഡെവലപ്പ് എ സ്കെയിൽ ഓൺ അഡ്ഹോക്ക് ബേസിസ്. ഈ ഒരു രീതിയിൽ റിസർച്ചർ ഒരു സ്കെയിൽ അഡ്ഹോക്ക് ബേസിസിലായിട്ട് ക്രിയേറ്റ് ചെയ്യുന്നു. He collects a number of statements which he believes that they are unmistakable and suitable to a given topic. അദ്ദേഹം ഒരു നമ്പർ ഓഫ് സ്റ്റേറ്റ്മെൻറ്റുകൾ കളക്ട് ചെയ്യുന്നു. അദ്ദേഹത്തിൻ്റെ വിശ്വാസം അനുസരിച്ചിട്ട് ദേ ആർ അൺമിസ്റ്റേക്കബിൾ, ഒരിക്കലും മിസ്റ്റേക്ക് പറ്റാൻ സാധ്യതയില്ലാത്തതാണ്. അതുപോലെ തന്നെ ഇറ്റ് ഈസ് സ്യൂട്ടബിൾ ടു ഗിവൺ എ ടോപ്പിക്, അദ്ദേഹം തിരഞ്ഞെടുത്തിട്ടുള്ള ടോപ്പിക്കിന് സ്യൂട്ടബിൾ ആയിട്ടുള്ളതാണ് എന്ന് തോന്നുന്ന ചില സ്റ്റേറ്റ്മെൻറ്റുകളെ അഡ്ഹോക്ക് ബേസിസിൽ സെലക്ട് ചെയ്യുന്നു. ദ മെയിൻ അഡ്വാൻറ്റേജ് ഓഫ് ദീസ് മെത്തേഡ് ഈസ് ദാറ്റ് ദേ ക്യാൻ ബി ഡെവലപ്ഡ് ഈസിലി ആൻഡ് ഇറ്റ് ഇസ് ലെസ് എക്സ്പെൻസീവ്. അറ്റ് ദ സെയിം ടൈം ഇറ്റ് ഹാസ് സെർട്ടൈൻ ലിമിറ്റേഷൻ. ഇതിൻ്റെ പ്രധാനമായ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഈസി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാവുന്നതാണ്, ഇത് ഡെവലപ്പ് ചെയ്യാം. അതുപോലെ തന്നെ ലെസ് എക്സ്പെൻസീവുമാണ്, വളരെ ചിലവ് കുറഞ്ഞതുമാണ്. അറ്റ് ദ സെയിം ടൈം ഇറ്റ് ഹാസ് സെർട്ടൈൻ ലിമിറ്റേഷൻ. ഇതൊരു ലിമിറ്റേഷൻ ഉണ്ട്. റിലയബിലിറ്റി ഡിപ്പെൻഡ്സ് അപ്പോൺ ദി റെസ്പോണ്ടൻറ്റ് സബ്ജക്റ്റീവ് ലോജിക്. റെസ്പോണ്ടൻറ്റിൻ്റെ ലോജിക്കിനനുസരിച്ച് മാത്രമേ ഇതിൻ്റെ വിശ്വാസത്തെ നമുക്ക് പരിഗണിക്കാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ ദ സ്കെയിൽ ഈസ് കൺസ്ട്രക്റ്റഡ് ഓൺ ദി ബേസിസ് ഓഫ് ആൻ അസംഷൻ. ചില അനുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ, അസംഷൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് എന്ത് ചെയ്യുന്നത്, ഈ സ്കെയില് കൺസ്ട്രക്റ്റ് ചെയ്യപ്പെടുന്നത്. കാരണം നേരത്തെ നമ്മൾ പറഞ്ഞു, ഈ ഒരു നമ്മളുടെ സ്റ്റഡിക്ക് ഗുണമാകും അല്ലെങ്കിൽ അതിന് സ്യൂട്ടബിൾ ആണ് എന്ന് തോന്നുന്ന ചില സ്റ്റേറ്റ്മെൻറ്റുകൾ സെലക്ട് ചെയ്തുകൊണ്ട് അതിനെ വെച്ചിട്ടാണ് പിന്നീട് മെഷർമെൻറ്റ് നടത്തുന്നത്. അതാണ് ആർബിട്രറി അപ്രോച്ചിൽ പറയുന്നത്. അഡ്ഹോക്ക് ബേസിസിൽ എന്ന് പറയുമ്പോൾ ഒരു അനുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ താൽക്കാലികമായിട്ട് അല്ലെങ്കിൽ പ്രത്യേകിച്ച് ഒരു പർപ്പസിന് വേണ്ടിയിട്ട് മാത്രമായിട്ടുള്ളതാണ് അഡ്ഹോക്ക് ബേസിസ് എന്ന് പറയുന്നത്. ആ രീതിയിൽ ചില സ്റ്റേറ്റ്മെൻറ്റുകൾ തിരഞ്ഞെടുത്തുകൊണ്ട് ആ സ്റ്റേറ്റ്മെൻറ്റിനെ വെച്ചുകൊണ്ട് മെഷർമെൻറ്റ് നടത്തുകയാണെന്നുണ്ടെങ്കിൽ അത്തരം സ്കെയിലിംഗ് രീതിയെയാണ് ആർബിട്രറി അപ്രോച്ച് എന്ന് പറയുന്നത്. സെക്കൻഡ് അപ്രോച്ച് എന്ന് പറയുന്നത് കോൺസെൻസസ് അപ്രോച്ച് എന്ന് പറയും. അണ്ടർ ദിസ് മെത്തേഡ് ദ സ്റ്റേറ്റ്മെൻറ്റ് ആർ സെലക്റ്റഡ് ബൈ എ പാനൽ ഓഫ് ജഡ്ജസ് ബൈ കൺസിഡറിങ് ദി ഫോളോയിങ് ഫാക്ട്സ്. നേരത്തെ നമ്മൾ പറഞ്ഞു, സ്റ്റേറ്റ്മെൻറ്റുകൾ എപ്പോഴും പരിഗണിക്കുന്നത് അഡ്ഹോക്ക് ബേസിസിലാണ് സെലക്ട് ചെയ്യുന്നത് എന്നുള്ളത് ആർബിട്രറി അപ്രോച്ചിൽ. എന്നാൽ കോൺസെൻസസ് അപ്രോച്ചിൽ പറയുന്നത് സ്റ്റേറ്റ്മെൻറ്റ് ആർ സെലക്റ്റഡ് ബൈ എ പാനൽ ഓഫ് ജഡ്ജസ്. ഒരു പാനൽ ഓഫ് ജഡ്ജസ് ആണ് എന്ത് ചെയ്യുന്നത്, ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റുകൾ സെലക്ട് ചെയ്യുന്നത്. ഒരു വിദഗ്ധ ടീം അല്ലെങ്കിൽ ഒരു പാനൽ ഓഫ് ജഡ്ജസ് എന്ന് നമുക്കതിനെ പറയാം. ബൈ കൺസിഡറിങ് ഫോളോയിങ് ഫാക്ട്സ്, താഴെ പറയുന്ന ഫാക്റ്റുകൾ പരിഗണിച്ചുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, സ്റ്റേറ്റ്മെൻറ്റുകൾ സെലക്ട് ചെയ്യുന്നത്. ആ ഫാക്റ്റുകൾ ഏതൊക്കെയാണ്? വെദർ ദേ കം അണ്ടർ ദി ടോപ്പിക് ഓഫ് ദി സ്റ്റഡി, ഇത് നമ്മളുടെ പഠനത്തിന് കീഴിൽ വരുന്ന കാര്യങ്ങളാണോ എന്നുള്ളത്. രണ്ടാമത്തത് വെദർ ദേ ആർ മീനിങ് ആൻഡ് ക്ലിയർ, ഈ പറയുന്ന സ്റ്റേറ്റ്മെൻറ്റുകൾ മീനിങ് ആണോ, അതുപോലെ തന്നെ ക്ലിയർ ആണോ, അർത്ഥവത്തായിട്ടുള്ളതാണോ, അതുപോലെ തന്നെ ക്ലിയർ, സംശയങ്ങൾക്ക് ഇടയില്ലാത്തതാണോ എന്നുള്ളത്. ദ ലെവൽ ഓഫ് ദ ആറ്റിറ്റ്യൂഡ് ദാറ്റ് ദ സ്കെയിൽ റെപ്രസെൻറ്റ്സ്, ഈ സ്കെയിൽ റെപ്രസെൻറ്റ് ചെയ്യുന്നതിൻ്റെ ആറ്റിറ്റ്യൂഡ് എത്രത്തോളമാണ് എന്നുള്ളത് തുടങ്ങിയ കാര്യങ്ങളെ പരിഗണിച്ചുകൊണ്ടാണ് ഈ ഒരു സ്കെയിലിംഗ് മെഷർമെൻറ്റിന് വേണ്ട സ്കെയില് നമ്മൾ തയ്യാറാക്കുന്നത് എങ്കിൽ അത്തരം രീതിയെ പറയുന്ന പേരാണ് കോൺസെൻസസ് അപ്രോച്ച് എന്നുള്ളത്. ദെൻ നെക്സ്റ്റ് തേർഡ് വണ്ണായിട്ട് പറയുന്നത് ഐറ്റം അനാലിസിസ് അപ്രോച്ചാണ്. ആസ് പെർ ദിസ് അപ്രോച്ച് ദ ആക്ച്വൽ റെസ്പോൺസസ് are analyzed on the basis of statement for determining their accessibility. ഈ ഒരു രീതി അനുസരിച്ച് പറയുന്നത് as per this approach the actual responses are analyzed. ആക്ച്വൽ റെസ്പോൺസസ് ആണ് ഇവിടെ അനലൈസ് ചെയ്യുന്നത്. നമ്മളുടെ സ്റ്റഡിയിൽ നമുക്ക് വന്നിട്ടുള്ള ആക്ച്വൽ റെസ്പോൺസസുകൾ അനലൈസ് ചെയ്യുന്നു ഓൺ ദി ബേസിസ് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ് ഫോർ ഡിറ്റർമിനിങ് ദെയർ ആക്സസിബിലിറ്റി. അതിൻ്റെ സ്വീകാര്യതക്കനുസരിച്ചിട്ട്, അതിൻ്റെ ആക്സസിബിലിറ്റിക്ക് അനുസരിച്ചിട്ട് എന്ത് ചെയ്യുന്നു, അതിൻ്റെ ആക്ച്വൽ റെസ്പോൺസുകളെ അനലൈസ് ചെയ്യുന്ന രീതിയാണ് നമ്മൾ, ആ രീതിയിലാണ് നമ്മൾ സ്കെയിൽ
പ്രിപ്പയർ ചെയ്യുന്നത്, കൺസ്ട്രക്റ്റ് ചെയ്യുന്നത് എങ്കിൽ അതിനെയാണ് പറയുന്നത് ഐറ്റം അനാലിസിസ് അപ്രോച്ച് എന്നുള്ളത്. ദെൻ നാലാമത്തെ ഒരു അപ്രോച്ച് എന്ന് പറയുന്നത് ക്യുമുലേറ്റീവ് സ്കെയിൽ അപ്രോച്ചാണ്. ദിസ് സ്കെയിൽ കണ്ടെയ്ൻസ് എ സീരീസ് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ് ടു വിച്ച് ദ റെസ്പോണ്ടൻറ്റ് എക്സ്പ്രസ് ഹിസ് എഗ്രിമെൻറ്റ് ഓർ ഡിസഗ്രിമെൻറ്റ്. The special feature of this type of scale is that they are cumulative in nature. ഈ ഒരു രീതി അനുസരിച്ച് സ്കെയിൽ കണ്ടെയ്ൻ സീരീസ് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ് ടു വിച്ച് ദ റെസ്പോണ്ടൻറ്റ് എക്സ്പ്രസ് ഹിസ് എഗ്രിമെൻറ്റ് ഓർ ഡിസഗ്രിമെൻറ്റ്. റെസ്പോണ്ടൻറ്റിനെ അയാളുടെ എഗ്രിമെൻറ്റിനെയും ഡിസഗ്രിമെൻറ്റിനെയും എന്ന് പറഞ്ഞാൽ അയാൾ അതിനെ എഗ്രി ചെയ്യുന്നോ അല്ലെങ്കിൽ ഡിസഗ്രി ചെയ്യുന്നോ അയാളുടെ ഒപ്പീനിയനെ രേഖപ്പെടുത്താനുള്ള ഒരു ഓപ്ഷൻ ഉണ്ടാവും. ആ ഒരു അവസരം പരിഗണിച്ചുകൊണ്ടാണ് സ്കെയിലുകൾ, മെഷർമെൻറ്റ് സ്കെയിൽ തയ്യാറാക്കുന്നത് എങ്കിൽ എഗ്രിമെൻറ്റ് റെസ്പോണ്ടൻറ്റിൻ്റെ ഒപ്പീനിയനെ ഫോക്കസ് ചെയ്തുകൊണ്ടാണ് ഇത് തയ്യാറാക്കുന്നത്. ഈ ഒരു രീതിയാണ് നമ്മൾ ക്യുമുലേറ്റീവ് അപ്രോച്ച് എന്നുള്ളതുകൊണ്ട് മീൻ ചെയ്യുന്നത്. അഞ്ചാമത്തെ ഒന്നെന്ന് പറയുന്നത് ഫാക്ടർ അനാലിസിസ് അപ്രോച്ച്. ആസ് പെർ ദിസ് അപ്രോച്ച് ഫാക്ടർ സ്കെയിൽസ് ആർ ഡിസൈൻഡ് ടു ഇന്റർ കോറിലേറ്റ് ഐറ്റംസ് ടു ഡിറ്റർമൈൻ ദെയർ ഡിഗ്രി ഓഫ് ഇന്റർഡിപ്പെൻഡൻസ് ബിറ്റ്വീൻ ഐറ്റംസ്. ഇതിൽ അർത്ഥമാക്കുന്നത് ഇൻ്റർ ഡിപ്പെൻഡൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളെ അല്ലെങ്കിൽ ഇൻ്റർ കോറിലേറ്റ് ഐറ്റംസുകൾ തമ്മിലുള്ള പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്ന ഐറ്റംസുകൾ തമ്മിലുള്ള ഡിപ്പെൻഡൻസി എത്രത്തോളമാണ് എന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടി ഫാക്ടർ സ്കെയിലുകൾ തയ്യാറാക്കുന്ന രീതിയാണ് ഫാക്ടർ അനാലിസിസ് അപ്രോച്ച് എന്ന് പറയുന്നത്. ഈ ഒരു രീതിയിൽ പരസ്പരം തമ്മിലുള്ള ഇൻ്റർ ഡിപ്പെൻഡൻസ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത് ചെയ്യുന്നത്. ഇതിന് പ്രാധാന്യം കൊടുത്തുകൊണ്ടാണ് നമ്മൾ സ്കെയിൽ തയ്യാറാക്കുന്നത് എങ്കിൽ അതിനെയാണ് നമ്മൾ പറയുന്നത് ഫാക്ടർ അനാലിസിസ് അപ്രോച്ച് എന്നുള്ളത്. ഈ 5 അപ്രോച്ചുകളാണ് ഏറ്റവും പ്രധാനമായിട്ട് സ്കെയിലിംഗ് അപ്രോച്ചുകളായിട്ട് അല്ലെങ്കിൽ സ്കെയിൽ അപ്രോച്ചുകളായിട്ട് പറയുന്നത്. അടുത്തതായിട്ട് നമ്മൾ പറയാൻ പോകുന്നത് ഫ്രീക്വൻ്റ്ലി യൂസ്ഡ് സ്കെയിലിംഗ് ടെക്നിക്സ് ആണ്. ഏതൊക്കെയാണെന്നുള്ളത് പ്രധാനമായിട്ടും സ്ഥിരമായിട്ട് നമ്മളെ റിസർച്ചുകളിൽ അതുപോലെ തന്നെ നമ്മളെ സ്റ്റഡിക്ക് വേണ്ടി നമ്മൾ പഠനത്തിൽ ഉപയോഗിക്കുന്ന സ്കെയിലിംഗ് ടെക്നിക്കുകൾ അല്ലെങ്കിൽ സ്കെയിലിങ്ങിൻ്റെ രീതികൾ ഏതെല്ലാമാണ് എന്നുള്ളതിനെക്കുറിച്ചാണ് നമ്മൾ പറയുന്നത്. സ്ഥിരമായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന സ്കെയിലിംഗ് ടെക്നിക്കുകൾ. സ്കെയിലിംഗ് എന്ന് പറയുന്നത് നമുക്കറിയാം, നമ്മളൊരു കാര്യത്തെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വേരിയബിളിനെ മെഷർ ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ടൂളിനെയാണ് സ്കെയിൽ എന്ന് പറയുന്നത്. അതിന് നമ്മൾ ഉപയോഗിക്കുന്നത് ഒന്നാമതായിട്ട് പ്രധാനമായിട്ട് നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന ഒരു ടെക്നിക്ക് എന്ന് പറയുന്നത് റൈറ്റിംഗ് സ്കെയിലുകളാണ്. റൈറ്റിംഗ് സ്കെയിൽ എന്ന് പറയുന്നത് റൈറ്റിംഗ് മീൻസ് മെഷറിങ് ആൻ ആട്രിബ്യൂട്ട് ബൈ ജഡ്ജ്മെൻറ്റ് ഇൻ റേഞ്ച്. ഒരു ജഡ്ജ്മെൻറ്റിനെ എന്ത് ചെയ്യുക, അല്ലെങ്കിൽ ഒരു ആട്രിബ്യൂട്ടിനെ മെഷർ ചെയ്യാൻ ഇൻ റേഞ്ച് വിവിധങ്ങളായ റൈറ്റിംഗ് വെച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക, അതിനെ മെഷർ ചെയ്യുന്ന രീതിയാണ് റൈറ്റിംഗ് സ്കെയിൽ എന്ന് പറയുന്നത്. റൈറ്റിംഗ് സ്കെയിൽ ആർ യൂസ്ഡ് ഫോർ മെഷറിംഗ് ദ ആറ്റിറ്റ്യൂഡ്സ് ആൻഡ് ദ ഇൻറ്റൻസിറ്റി ഓഫ് ദി ആറ്റിറ്റ്യൂഡ്. പലപ്പോഴും ആറ്റിറ്റ്യൂഡ് നമ്മൾ അളക്കേണ്ടി വരും. ആ ആറ്റിറ്റ്യൂഡിനെ മെഷർ ചെയ്യുന്നതിലൊക്കെയാണ് നമ്മൾ പലപ്പോഴും റൈറ്റിംഗ് സ്കെയിലുകൾ ഉപയോഗിക്കുന്നത്. നമുക്കറിയാം, പലപ്പോഴും നമ്മൾ പല പ്രോഡക്റ്റുകൾക്കും അതിൻ്റെ റിവ്യൂ ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ റൈറ്റിങ്ങുകൾ കൊടുത്തിട്ടുണ്ടാവും. ഔട്ട് ഓഫ് 10 എത്ര എന്നുള്ളതിനെക്കുറിച്ചുള്ള ഒരു റേറ്റിങ്ങുകൾ നമ്മൾ പലപ്പോഴും കൊടുത്തിട്ടുണ്ടാവും. ഈ രീതിയിൽ റേറ്റിംഗ് ഒരു റേഞ്ച് വെച്ചിട്ട് ആ റേഞ്ചിൽ എത്ര നമുക്കതിനെ ഏത് രീതിയിലാണ് നമ്മൾ മെഷർ ചെയ്യുന്നത് എന്ന് നോക്കിയിട്ട് ആ ഒരു രീതിയിൽ ചെയ്യുന്നതിനെയാണ് റൈറ്റിംഗ് സ്കെയിൽ എന്ന് പറയുന്നത്. രണ്ടാമത്തെ ഒരു ടെക്നിക്ക് പറയുന്നത് ഡൈക്കോട്ടമസ് സ്കെയിലാണ്. ഡൈക്കോട്ടമസ് സ്കെയിൽ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് യൂസ്ഡ് ടു ഡ്രോ ഔട്ട് എ എസ് ഓർ നോ ആൻസർ. പലപ്പോഴും പല സ്റ്റഡിയിലും പല ക്വസ്റ്റ്യനുകളിലും നമ്മൾ കണ്ടിട്ടുണ്ടാവും എസ് ഓർ നോ എന്നുള്ള ആൻസർ ചെയ്യാനുള്ള ഓപ്ഷൻ. ഈ 2 ആൻസറുകൾ മാത്രം വെച്ചുകൊണ്ട് നമ്മൾ ഉണ്ടാക്കുന്ന ഒരു ടെക്നിക്കിനെയാണ് സ്കെയിലിങ്ങിനെയാണ് ഡൈക്കോട്ടമസ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ഡൈക്കോട്ടമസ് ടെക്നിക്ക് എന്ന് പറയുന്നത്. ഒരു ടെക്നിക്ക് എന്ന് പറയുന്നതാണ് കാറ്റഗറി സ്കെയിൽ. ദിസ് സ്കെയിൽ യൂസസ് മൾട്ടിപ്പിൾ ഐറ്റംസ് ടു ഡ്രോ ഔട്ട് എ സിംഗിൾ റെസ്പോൺസ്. ഒരൊറ്റ റെസ്പോൺസിൽ ഒന്നിലധികം ഓപ്ഷൻസ് നമ്മൾക്ക് കൊടുക്കാനുണ്ട് എങ്കിൽ, ഓപ്ഷൻസിൽ നമുക്ക് റിസൾട്ട് കിട്ടണമെങ്കിൽ അല്ലെങ്കിൽ ഒന്നിലധികം ഓപ്ഷൻസിന് നമുക്ക് അവിടെ റെസ്പോൺസ് കിട്ടണമെങ്കിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് മൾട്ടിപ്പിൾ ഐറ്റംസ്. ഒരു ക്വസ്റ്റ്യന് നമുക്ക് ഒന്നിലധികം യെസ് ഓർ നോ എന്ന് പറയുമ്പോൾ 2 കാര്യങ്ങൾ മാത്രമേ അവിടെ ചെയ്യാൻ പറ്റുള്ളൂ. അതിലധികം കാര്യങ്ങൾ, മൾട്ടിപ്പിൾ ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് അവിടെ സൂചിപ്പിക്കണമെങ്കിൽ അവിടെ നമുക്ക് കൊടുക്കാൻ പറ്റിയതാണ് കാറ്റഗറി സ്കെയിൽ എന്ന് പറയുന്നത്. ഉദാഹരണത്തിന് നമ്മൾ പറയുകയാണ് വേർ ഡു യു റിസൈഡ്, എവിടെയാണ് നിങ്ങൾ താമസിക്കുന്നത് ഒരു ക്വസ്റ്റ്യനുള്ള ചോദ്യമാണ്. അപ്പോൾ പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, അതർ എന്നുള്ള ഓപ്ഷനുകളൊക്കെ നമുക്കവിടെ കൊടുക്കാം. മൾട്ടിപ്പിൾ ചോയ്സ് ആയിട്ടുള്ള ആൻസറുകൾ ആവശ്യമുള്ളവർക്ക് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് കാറ്റഗറി സ്കെയിൽ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഒന്ന്
ഒരു സ്കെയിൽ എന്ന് പറയുന്നത് ലിക്കേർഡ് സ്കെയിലാണ്. ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ളതും ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നതുമായ ഒരു സ്കെയിലിംഗ് ടെക്നിക്കാണ് ലിക്കേർഡ് സ്കെയിൽ എന്ന് പറയുന്നത്. റൻസിസ് ലിക്കേർട്ട് എന്ന ഒരു തിങ്കറാണ് ഈ ഒരു രീതി ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. പ്രധാനമായിട്ടും ആറ്റിറ്റ്യൂഡ് മെഷർ ചെയ്യുന്നതിന് അതുപോലുള്ള കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നതാണ് ലിക്കേർഡ് സ്കെയിൽ എന്ന് പറയുന്നത്. നമുക്കറിയാം, നമ്മൾ പലപ്പോഴും ക്വസ്റ്റ്യൻ ഏറിയകളിലൊക്കെ കണ്ടിട്ടുണ്ടാവും, ഒരു 5 ഓപ്ഷനുകൾ വെച്ചിട്ട് എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ സ്ട്രോങ്ലി എഗ്രി, ഇൻഡിഫറൻറ്റ്, ഡിസഗ്രി, സ്ട്രോങ്ലി ഡിസഗ്രി, ഇങ്ങനെ 5 ഓപ്ഷനുകൾ വെച്ചിട്ട് നമ്മളെ സംബന്ധിച്ച് നമ്മളുടെ ഓപ്ഷൻ അതിലേതാണോ എന്നുള്ളത് മാർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സ്കെയിലിംഗ് രീതിയാണ് ലിക്കേർഡ് സ്കെയിൽ എന്ന് പറയുന്നത്. ഇതാണ് ഏറ്റവും കൂടുതലായിട്ടും പോപ്പുലറായിട്ടും നമ്മൾ ഉപയോഗിക്കുന്ന ഒരു സമ്മേറ്റഡ് റൈറ്റിംഗ് സ്കെയിൽ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. റൈറ്റിംഗ് സ്കെയിലിൻ്റെ തന്നെ ഒരു സമ്മേറ്റഡ് ആയിട്ടുള്ള ഒരു എല്ലാം കൂടി കൂട്ടിച്ചേർത്തിട്ടുള്ള ഒരു ഒപ്പീനിയൻ നമുക്ക് കിട്ടേണ്ട ആവശ്യമുള്ളിടത്ത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ടെക്നിക്കാണ് ലിക്കേർഡ് സ്കെയിൽ എന്ന് പറയുന്നത്. അതിൻ്റെ സ്റ്റെപ്പുകൾ എന്ന് പറയുന്നത്, ലിക്കേർഡ് സ്കെയിൽ പ്രിപ്പയർ ചെയ്യുന്നതിൻ്റെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് കളക്ഷൻ ഓഫ് സ്റ്റേറ്റ്മെൻറ്റുകളെ കളക്ട് ചെയ്യുന്നു, ദെൻ വേർഡിങ്, അതിന് വേണ്ട വേർഡുകൾ തയ്യാറാക്കുന്നു, ദെൻ അതുപോലെ തന്നെ മൂന്നാമത്തെ ഒന്ന് പറയുന്നത് പൈലറ്റ് സ്റ്റഡിയാണ്. ഒരു ഒറിജിനൽ ഇതിലേക്ക് പോകുന്നതിന്, പബ്ലിഷിങ്ങിലേക്ക് പോകുന്നതിന് മുന്നേ പൈലറ്റ് സ്റ്റഡി നടത്തുക എന്നുള്ളതാണ്. ദെൻ സ്ക്രൂട്ടിനി ആൻഡ് എഡിറ്റിംഗ്, വേണ്ട മാറ്റങ്ങളും അതുപോലെ തന്നെ സൂക്ഷ്മ പരിശോധനയും നടത്തുക, എഡിറ്റിംഗ് വേണമെങ്കിൽ ചെയ്യുക, ദെൻ ഫൈനൽ സെലക്ഷൻ. ഈ 5 സ്റ്റെപ്പുകളിലൂടെ കടന്നു പോയിട്ടാണ് ലിക്കേർഡ് സ്കെയിൽ തയ്യാറാക്കുന്നത്. ഇപ്പോൾ ഇതിന് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ എയറിൽ ഒരു ചോദ്യമുണ്ട്, ഇഫ് ദ പ്രൈസ് ഓഫ് റോ മെറ്റീരിയൽ ഫെൽ ഫേംസ് വുഡ് റെഡ്യൂസ് ദ പ്രൈസ് ഓഫ് ദെയർ ഫുഡ് പ്രൊഡക്റ്റ്. ഒരു റോ മെറ്റീരിയലിൻ്റെ പ്രൈസ് കുറയുകയാണ് എങ്കിൽ അവരുടെ പ്രോഡക്റ്റിൻ്റെ പ്രൈസ് കുറക്കണം എന്ന് എന്താണ് നിങ്ങളുടെ ഒപ്പീനിയൻ എന്ന് ചോദിച്ചാൽ, അത് കുറക്കണം എന്താണ് അതിനെക്കുറിച്ച് നിങ്ങളുടെ ഒപ്പീനിയൻ എന്ന് ചോദിച്ചാൽ വേണമെങ്കിൽ നമുക്ക് പറയാം സ്ട്രോങ്ലി എഗ്രി, അതിനെ നന്നായിട്ട് ഞാൻ എഗ്രി ചെയ്യുന്നു, ഞാൻ എഗ്രി ചെയ്യുന്നു. ന്യൂട്രലാണ് മൂന്നാമത്തെ ഓപ്ഷൻ, എഗ്രി ചെയ്യുന്നുമില്ല ഡിസഗ്രി ചെയ്യുന്നുമില്ല. ദെൻ ഡിസഗ്രി നമ്മൾ നാലാമത്തെ ഓപ്ഷനായിട്ട് പറയുന്നു, ഞാൻ അതിനോട് യോജിക്കുന്നില്ല. സ്ട്രോങ്ലി ഡിസഗ്രി, ഞാൻ അതിനോട് ഒരു കാരണവശാലും യോജിക്കുന്നില്ല. ഇത്തരത്തിലുള്ള ഒപ്പീനിയനുകൾ കൊടുക്കാൻ വേണ്ടി പറ്റുന്നതാണ് ലിക്കേർഡ് സ്കെയിൽ എന്ന് പറയുന്നത്. ഐറ്റം എന്ന് പറയുന്നത് സെമാൻറ്റിക് സ്കെയിലാണ്. ദിസ് ടൈപ്പ് ഓഫ് സ്കെയിൽ മേക്സ് എക്സ്റ്റെൻസീവ് യൂസ് ഓഫ് വേർഡ്സ് റാദർ ദാൻ നമ്പേഴ്സ്. ഇറ്റ്സ് എ സീരീസ് ഓഫ് ആറ്റിറ്റ്യൂഡിനൽ സ്കെയിൽ. നമ്മൾ ഉപയോഗിക്കുന്നത് എക്സ്റ്റെൻസീവ് യൂസ് ഓഫ് വേർഡ്സ്, കൂടുതലായിട്ടും വേർഡ്സ് ആണ് ഉപയോഗിക്കുന്നത് റാദർ ദാൻ നമ്പേഴ്സ്, നമ്പറിനേക്കാളും കൂടുതൽ. ഇറ്റ്സ് എ സീരീസ് ഓഫ് ആറ്റിറ്റ്യൂഡിനൽ സ്കെയിൽ, ആറ്റിറ്റ്യൂഡിനൽ മെഷർമെൻറ്റിന് നമ്മൾ ഉപയോഗിക്കുന്ന സ്കെയിലാണ്. റെസ്പോണ്ടൻസ് ഡിസ്ക്രൈബ് ദെയർ ഫീലിംഗ്സ് അബൌട്ട് ദ പ്രോഡക്ട്സ് ഓർ ബ്രാൻഡ്സ് ഓൺ സ്കെയിൽസ് വിത്ത് സെമാൻറ്റിക് ലേബിൾസ്. വേർഡ്സുകൾ ഉപയോഗിച്ചിട്ട് റെസ്പോണ്ടൻറ്റ് അവരുടെ ഈ ഒരു പ്രോഡക്റ്റിനെ കുറിച്ചുള്ള ഫീലിങ്സ് അല്ലെങ്കിൽ ഒപ്പീനിയൻ വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് എന്ത് ചെയ്യുന്നു, മെഷർ ചെയ്യുന്നു. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, സെമാൻറ്റിക് സ്കെയിൽ എന്ന് പറയുന്നത്. അതിന് ഉതകുന്നതായ വാക്കുകൾ നമ്മൾ ഈ ഒരു രീതിയിൽ ഉപയോഗപ്പെടുത്തിയിട്ടുണ്ടാവും, പിന്നെ അതിൽ ഉദ്ധരിച്ചിട്ടുണ്ടാവും. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എക്സ്ട്രീംലി ഗുഡ്, ക്വൈറ്റ്, സ്ലൈറ്റ്ലി ബാഡ്, ക്വൈറ്റ്, എക്സ്ട്രീംലി ബാഡ് തുടങ്ങിയിട്ടുള്ള നമ്മൾ നേരത്തെ പറഞ്ഞ ലിക്കേർഡ് സ്കെയിലിനെ പോലെ തന്നെയുള്ള ഒരു രീതിയാണ് സെമാൻറ്റിക് സ്കെയിൽ എന്ന് പറയുന്നത്. നെക്സ്റ്റ് പറയുന്നത് ഐറ്റമൈസ്ഡ് റൈറ്റിംഗ് സ്കെയിലാണ്. ദ റെസ്പോണ്ടൻസ് ആർ പ്രൊവൈഡഡ് വിത്ത് എ സ്കെയിൽ ഹാവിംഗ് നമ്പേഴ്സ് ആൻഡ് ഓർ ബ്രീഫ് ഡിസ്ക്രിപ്ഷൻ അസോസിയേറ്റഡ് വിത്ത് ഈച്ച് കാറ്റഗറി. റെസ്പോണ്ടൻസിന് ഒരു റിസർച്ചർ കൊടുക്കുന്നത് സ്കെയിൽ ഹാവിംഗ് നമ്പേഴ്സ്, ഒരു സ്കെയില്, മെഷറിംഗ് സ്കെയില്, അതോടൊപ്പം തന്നെ നമ്പറുകൾ ഉൾക്കൊണ്ടിട്ടുള്ള ആൻഡ് ഓർ ബ്രീഫ് ഡിസ്ക്രിപ്ഷൻ അസോസിയേറ്റഡ് വിത്ത് ഈച്ച് കാറ്റഗറി. ഒന്നാമത്തത് ഏതൊരു ഒപ്പീനിയനെയാണ് സൂചിപ്പിക്കുന്നത്, രണ്ടാമത്തത് ഏത് ഒപ്പീനിയനെയാണ് സൂചിപ്പിക്കുന്നത്, മൂന്നാമത്തത് ഏത് ഒപ്പീനിയനെയാണ് സൂചിപ്പിക്കുന്നത്. നമ്പറും അതോടൊപ്പം തന്നെ ഡിസ്ക്രിപ്ഷനും അടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ് അത്തരത്തിലുള്ള ഒരു സ്കെയിലാണ് റെസ്പോണ്ടൻറ്റിന് പ്രൊവൈഡ് ചെയ്യുന്നത്. ദെൻ ദ റെസ്പോണ്ടൻറ്റ് ആർ ആസ്ക്ഡ് ടു സെലക്ട് വൺ ഓഫ് ദി ലിമിറ്റഡ് നമ്പേഴ്സ് ഓഫ് കാറ്റഗറി. അതിൽ നിന്ന് താഴെ അവർക്ക് കൊടുത്തിട്ടുള്ള നമ്പറിൽ നിന്ന് ഏതെങ്കിലും അവരുടെ ലിമിറ്റഡ് ആയിട്ടുള്ള കാറ്റഗറിയെ സെലക്ട് ചെയ്യാൻ പറയുന്നു. കാറ്റഗറീസ് ഓർഡേർഡ് ഇൻ ടേംസ് ഓഫ് സ്കെയിൽ പൊസിഷൻ. ഓരോ സ്കെയിലിങ്ങിൻ്റെ പൊസിഷൻ അനുസരിച്ചിട്ട് അവരോട് സെലക്ട് ചെയ്യാൻ പറയുന്നു. വിച്ച് ബെസ്റ്റ് ഡിസ്ക്രൈബ്സ് ദ പ്രോഡക്റ്റ്, ബ്രാൻഡ്, പ്രോഡക്റ്റ് ആട്രിബ്യൂട്ട് ബീങ് സ്റ്റഡീഡ്. അവരുടെ ഫീലിങ്സിനെ, അവരുടെ ഒപ്പീനിയനെ കാണിക്കുന്നത് ഏത് നമ്പറാണോ ആ നമ്പറിനെ സെലക്ട് ചെയ്യാൻ പറയുന്ന രീതിയാണ് ഐറ്റമൈസ്ഡ് റാങ്കിങ് സ്കെയിൽ എന്ന് പറയുന്നത്. ആണെന്നുണ്ടെങ്കിൽ 1 മുതൽ 7 വരെ നമ്പറുകൾ ഇട്ടിട്ടുള്ള ഒരു
സ്കെയിലാണ് അവർക്ക് കൊടുക്കുന്നത്. ഒരു മെഷറിംഗ് സ്കെയിലാണ് അവരുടെ മുമ്പിൽ വെച്ചിട്ടുള്ളത്. ദെൻ അതിൽ 1 to 7 വരെ നമ്പർ ഇട്ടിട്ടുണ്ട്. 1 എന്ന് പറയുന്നത് ഹാർഡാണ്, 7 എന്ന് പറയുന്നത് ഈസിയാണ്. എന്തെങ്കിലും ഒരു പ്രോഡക്റ്റിൻ്റെ ഉപയോഗത്തെക്കുറിച്ചുള്ള ഒരു സ്റ്റഡിയാണ് എന്ന് കരുതുക. അപ്പോൾ അവർക്ക് 1 എന്ന് പറയുന്നത് വളരെ ഹാർഡാണ്, 2 എന്ന് പറയുമ്പോൾ അത് ഹാർഡ്നെസ് കുറച്ചും കൂടെ കുറയും, 3 എന്ന് പറയുമ്പോൾ ഹാർഡ്നെസ് അതിനേക്കാൾ കുറച്ചുകൂടെ കുറയും. അങ്ങനെ 7ലേക്ക് എത്തുമ്പം വളരെ ഈസി ആവുന്ന ഒരു സ്കെയിലിംഗ് ആണ് ഈ പറയുന്നത്. പക്ഷേ അവരുടെ ഒപ്പീനിയൻ എന്താണോ, ഒരാൾ പറയുന്നത് ആ പ്രോഡക്റ്റിന് ഹാർഡാണ് എങ്കിലും അത്രത്തോളം ഹാർഡല്ല എന്നുള്ളതാണ് അയാളുടെ ഒപ്പീനിയൻ ആണ് എങ്കിൽ അയാൾക്കൊരു 3ഓ 4ഓ ഒക്കെ വേണമെങ്കിൽ സെലക്ട് ചെയ്യാം. ഇനി അയാൾ പറയുന്നത് 100% ഈസിയാണ് എന്നാണ് അയാളുടെ ഒപ്പീനിയൻ വെച്ചെങ്കിൽ അയാൾക്ക് 7 സെലക്ട് ചെയ്യാം. ഈ ഒരു രീതിയാണ് ഐറ്റമൈസ്ഡ് റൈറ്റിംഗ് സ്കെയിൽ എന്ന് പറയുന്നത്. പറയുന്നത് ന്യൂമറിക്കൽ സ്കെയിലാണ്. ന്യൂമറിക്കൽ സ്കെയിൽ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് സിമിലർ ടു സെമാൻറ്റിക് ഡിഫറൻഷ്യൽ സ്കെയിൽ. ദ ഡിഫറൻസ് ഈസ് ദാറ്റ് നമ്പേഴ്സ് ഓൺ എ 5 points or 7 points സ്കെയിൽ ആർ പ്രൊവൈഡഡ് വിത്ത് ബൈപോളാർ അഡ്ജക്റ്റീവ് ഓൺ ബോത്ത് എൻഡ്സ്. ഇവിടെ പറയുന്നത് ഒരു സെമാൻറ്റിക് സ്കെയിലിന് തുല്യമായിട്ടുള്ളത് തന്നെയാണ്. സെമാൻറ്റിക് സ്കെയിലിന് വേർഡിലാണ് ഏറ്റവും പ്രാധാന്യമെങ്കിൽ, വളരെ വേർഡുകളാണ് ഉപയോഗിക്കുന്നത് എങ്കിൽ ഇവിടെ നമ്പേഴ്സാണ് ഉപയോഗിക്കുന്നത്. 1 മുതൽ 5 വരെയുള്ള അല്ലെങ്കിൽ 7 വരെയുള്ള നമ്പറുകളാണ് ഉപയോഗിക്കുന്നത്. ആ ഉപയോഗിക്കുന്ന ഒരെൻഡിൽ അതിൻ്റെ എക്സ്ട്രീം ഹൈ ആയിട്ടും ദെൻ അതിൻ്റെ മറ്റൊരു എൻഡിൽ എക്സ്ട്രീം ലോ ആയിട്ടുമാണ് അതിലുണ്ടാവുക. ആ തരത്തിലുള്ള സ്കെയിൽ നമ്പറുകൾ ഉപയോഗിച്ചിട്ടുള്ള സ്കെയിലിംഗ് ടെക്നിക്കിനെയാണ് ന്യൂമറിക്കൽ സ്കെയിൽ എന്ന് പറയുന്നത്. നെക്സ്റ്റ് പറയുന്നതാണ് ഗ്രാഫിക് റൈറ്റിംഗ് സ്കെയിൽ. ഗ്രാഫിക് റൈറ്റിംഗ് സ്കെയിൽ ഹെൽപ്സ് റെസ്പോണ്ടന്റ് ടു മാർക്ക് ഓൺ ദ സ്കെയിൽ ദെയർ ആൻസേഴ്സ് ടു എ പർട്ടിക്കുലർ ക്വസ്റ്റ്യൻ by placing a mark on the appropriate point on line. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു റൈറ്റിംഗ് സ്കെയിലാണ്. ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷനോട് കൂടെ ആണ് ഇവർക്ക് ഇത് കൊടുക്കുന്നത്, പിക്ചറൈസേഷനോട് കൂടെ. റെസ്പോണ്ടൻറ്റിനോട് നമ്മൾ ആവശ്യപ്പെടുന്നത് അവരുടെ ആൻസർ, ഒരു ക്വസ്റ്റ്യന് നമ്മൾ കൊടുത്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യന് അവരുടെ ആൻസർ ഏതാണോ അല്ലെങ്കിൽ പിന്നെ അവരുടെ ഒപ്പീനിയൻ എവിടെയാണോ ആ ഒരു ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷനിൽ നിൽക്കുന്നത് അവിടെ പ്ലേസിങ് എ മാർക്ക് ഓൺ ദി അപ്രോപ്രിയേറ്റ് പോയിന്റ് ഓൺ ദി ലൈൻ. ആ ലൈനിൽ ഒരു മാർക്ക് ചെയ്യാൻ നമ്മൾ ആവശ്യപ്പെടുന്നു. അതിനെയാണ് ഗ്രാഫിക്കൽ സ്കെയിലിംഗ് എന്ന് പറയുന്നത്. ഇതെല്ലാമാണ് സാധാരണയായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന സ്കെയിലിംഗ് ടെക്നിക്കുകൾ എന്ന് പറയുന്നത്. നമ്മൾ നടത്തുന്ന റിസർച്ചുകൾക്ക് അല്ലെങ്കിൽ സ്റ്റഡിക്ക് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന സ്കെയിലിംഗ് ടെക്നിക്കുകൾ എന്ന് പറയുന്നത്. പ്രധാനമായിട്ടുള്ള റാങ്കിങ് സ്കെയിലുകൾ ഏതെല്ലാമുള്ളത് നോക്കാം നമുക്ക്. ഒന്ന് പെയർഡ് കമ്പാരിസൺ. അണ്ടർ ദിസ് മെത്തേഡ് ദ റെസ്പോണ്ടൻറ്റ് ക്യാൻ എക്സ്പ്രസ് ഹിസ് ആറ്റിറ്റ്യൂഡ് ബൈ മേക്കിംഗ് എ ചോയ്സ് ബിറ്റ്വീൻ 2 ഒബ്ജക്റ്റ്. It gives ordinal data. A respondent is asked to compare 2 objectives at a time according to some criterion. രീതി അനുസരിച്ചിട്ട് the respondent can express his attitude by making a choice between 2 objects. 2 ഒബ്ജക്റ്റുകൾ തമ്മിലുള്ള ചോയ്സ്, റെസ്പോണ്ടൻറ്റിൻ്റെ ചോയ്സ് ഏതാണ് അല്ലെങ്കിൽ അയാളുടെ ആറ്റിറ്റ്യൂഡ് എന്താണ് എന്നുള്ളത് അയാൾക്ക് എക്സ്പ്രസ് ചെയ്യാൻ കഴിയുന്ന ഒരു രീതിയെയാണ് പെയർഡ് കമ്പാരിസൺ എന്ന് പറയുന്നത്. ഇറ്റ് ഗിവ്സ് ഓർഡിനൽ ഡാറ്റ. നേരത്തെ നമ്മൾ ഇത് പറഞ്ഞ സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓർഡിനൽ മെഷർമെൻറ്റ് എന്നുള്ളത്. ഒരു ഓർഡർ ഉണ്ടാവും ഇവിടെ കൊടുക്കുന്ന ഡാറ്റയ്ക്ക്. ഫസ്റ്റ് റാങ്ക്, സെക്കൻഡ് റാങ്ക്, തേർഡ് റാങ്ക് എന്ന് പറയുന്ന റാങ്കിങ് രീതിയിലായിരിക്കും കൊടുക്കുന്നത്. എ റെസ്പോണ്ടൻറ്റ് ഈസ് ആസ്ക്ഡ് ടു കമ്പയർ 2 ഒബ്ജക്റ്റീവ് അറ്റ് എ ടൈം അക്കോർഡിംഗ് ടു സം ക്രൈറ്റീരിയൻ. ഏതെങ്കിലും ചില മാനദണ്ഡങ്ങൾ വെച്ചുകൊണ്ട് ഒരേ സമയം 2 ഒബ്ജക്റ്റുകൾ തമ്മിൽ കമ്പയർ ചെയ്യാനാണ് നമ്മളിവിടെ ആവശ്യപ്പെടുന്നത്. രീതിയാണ് പെയർഡ് കമ്പാരിസൺ എന്ന് പറയുന്നത്. മറ്റൊരു റാങ്കിങ് സ്കെയിൽ എന്ന് പറയുന്നത് കമ്പാരേറ്റീവ് സ്കെയിലാണ്. ഇറ്റ് പ്രൊവൈഡ്സ് ബെഞ്ച് മാർക്ക് ഓർ പോയിന്റ് ഓഫ് റെഫറൻസ് ടു അസസ് ആറ്റിറ്റ്യൂഡ് ടുവാർഡ്സ് ദി കറണ്ട് ഒബ്ജക്റ്റ്, ഇവൻറ്റ് ഓർ സിറ്റുവേഷൻ അണ്ടർ സ്റ്റഡി. നമ്മളുടെ സ്റ്റഡിയിലുള്ള കറണ്ട് ഒബ്ജക്റ്റ് അല്ലെങ്കിൽ ഇവൻറ്റ് അല്ലെങ്കിൽ സിറ്റുവേഷനെ മെഷർ ചെയ്യുന്നതിന് വേണ്ടി, ആറ്റിറ്റ്യൂഡ്സിനെ അസസ് ചെയ്യുന്നതിന് വേണ്ടി ഒരു പോയിന്റ് ഓഫ് റെഫറൻസ് അല്ലെങ്കിൽ ഒരു ബെഞ്ച് മാർക്ക് എന്ന് പറഞ്ഞാൽ അതുപോലത്തെ ഏതെങ്കിലും ഒരു റെഫറൻസിനെ നമ്മൾ കൊടുക്കുന്നു. അതിനനുസരിച്ച് കമ്പയർ ചെയ്തുകൊണ്ടാണ് നമ്മൾ സ്കെയിലിംഗ് ചെയ്യുന്നത് മെഷർമെന്റ് നടത്തുന്നത് എങ്കിൽ അതിനെയാണ് കമ്പാരേറ്റീവ് സ്കെയിൽ എന്ന് പറയുന്നത്. മൂന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ഫോഴ്സ്ഡ് ചോയ്സ് ആണ്. ഇറ്റ് എനേബിൾസ് ദ റെസ്പോണ്ടൻസ് ടു റാങ്ക് ദ ഒബ്ജക്ട്സ് റിലേറ്റീവ് ടു വൺ അനദർ എമംഗ് ആൾട്ടർനേറ്റീവ്സ് പ്രൊവൈഡഡ്. അനുസരിച്ചിട്ട് നമ്മൾ കൊടുത്തിട്ടുള്ള ആൾട്ടർനേറ്റീവിനെ ബേസ് ചെയ്തുകൊണ്ട് റെസ്പോണ്ടന്റിന് അയാളുടെ ചോയ്സിനെ തിരഞ്ഞെടുക്കാൻ കഴിയുന്നത് അല്ലെങ്കിൽ ഒന്ന് മറ്റൊന്നിൽ നിന്ന് അയാളുടെ നമ്മൾ കൊടുത്തിട്ടുള്ള ആൾട്ടർനേറ്റീവ്സ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ള ആൾട്ടർനേറ്റീവ്സിനെ ബേസ് ചെയ്തുകൊണ്ട് റെസ്പോണ്ടൻറ്റിന്
ഒബ്ജക്റ്റിനെ റാങ്ക് ചെയ്യാൻ പറ്റുന്ന രീതിയാണ് ഫോഴ്സ്ഡ് ചോയ്സ് എന്ന് പറയുന്നത്. ഈ 3 രീതിയാണ് റാങ്കിങ് സ്കെയിലിൽ ഫ്രീക്വൻ്റ് ആയിട്ട് യൂസ് ചെയ്യുന്ന രീതികൾ എന്ന് പറയുന്നത്. കാര്യങ്ങളാണ് നമുക്കിവിടെ ഡിസ്കസ് ചെയ്യാനുള്ളത്. അപ്പോൾ നമ്മൾ ആദ്യം സ്കെയിലിങ്ങിൻ്റെ അപ്രോച്ചസിനെ ഡിസ്കസ് ചെയ്തു. 5 കാര്യങ്ങളാണ് സ്കെയിലിങ്ങിൻ്റെ, 5 രീതിയാണ്, 5 അപ്രോച്ചസുകളാണ് സ്കെയിലിങ്ങിന് പറഞ്ഞിട്ടുള്ളത്. ദെൻ ഫ്രീക്വൻ്റ് ആയിട്ട് യൂസ് ചെയ്യുന്ന സ്കെയിലിംഗ് ടെക്നിക്കുകൾ പറഞ്ഞു. അതുപോലെ തന്നെ റാങ്കിങ് സ്കെയിലുകളെയും ഡിസ്കസ് ചെയ്തു. നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.